ഹായ്, വെൽക്കം ടു അവർ ചാനൽ. നമുക്കിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് രണ്ട് കമ്മിറ്റികളെ കുറിച്ചാണ്, ARCSC ആൻഡ് ARCRC. അപ്പോൾ ARCSC കമ്മിറ്റി എന്താണെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്തൊക്കെ ഒരുപാട് തവണ ARCSCയെ കുറിച്ചും ARCRCയെ കുറിച്ചും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ARCSC എന്താണെന്ന് നോക്കാം. ARCSC എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് നമ്മൾ ARCSC കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത് 1951 ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1954 അതായത് ARCSC കമ്മിറ്റിയുടെ അപ്പോയിൻറ്റ് ചെയ്തത് 1951 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1954 ഇനി ആരാണ് അപ്പോയിൻറ്റ് ചെയ്തത്? RBI ആണ് ARCSC കമ്മിറ്റിയെ അപ്പോയിൻറ്റ് ചെയ്തത്. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് AD ഗോർവാല കമ്മിറ്റി എന്നും നമ്മൾ ARCSC കമ്മിറ്റിയെ അറിയപ്പെടും. AD ഗോർവാലയെ കൂടാതെ ഒരു 3 പേരും കൂടെ ഈ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. DR ഗാഡ്ഗിൽ, B വെങ്കിടപ്പൈ, NSR ശാസ്ത്രി. DR ഗാഡ്ഗിൽ, B വെങ്കിടപ്പൈ, NSR ശാസ്ത്രി. ഈ NSR ശാസ്ത്രിയാണ് മെമ്പർ ഓഫ് സെക്രട്ടറി ഓഫ് ARCSC. ഇനി ARCSC റിപ്പോർട്ടിനകത്ത് 3 വോള്യൂംസ് ആണുള്ളത്. സർവേ റിപ്പോർട്ട്, ജനറൽ റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ട്. ഏതൊക്കെയാണ്? സർവേ റിപ്പോർട്ട്, ജനറൽ റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ട്. ഇനി നമ്മൾ ARCSCയുടെ റിപ്പോർട്ടിനെ നമ്മൾ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് പറയും. ARCSC റിപ്പോർട്ടിനെ നമ്മൾ എന്ത് പറയും? മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ക്ലിയർ ആയോ? നമുക്ക് ഇത്രയും ഒന്നുകൂടെ പറയാം. ARCSC ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി. ഈ കമ്മിറ്റി അപ്പോയിൻറ്റ് ചെയ്തത് 1951 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1954 ആരാണ് അപ്പോയിൻറ്റ് ചെയ്തത്? RBI ആണ് അപ്പോയിൻറ്റ് ചെയ്തത്. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് AD ഗോർവാലയാണ്. AD ഗോർവാലയെ കൂടാതെ DR ഗാഡ്ഗിൽ, B വെങ്കിടപ്പൈ ആൻഡ് NSR ശാസ്ത്രി. ഇത്രയും പേര് ഇതിൻ്റെ മെമ്പേഴ്സാണ്. ഈ റിപ്പോർട്ടിന് മെയിനായിട്ട് 3 വോള്യൂംസ് ആണുള്ളത്. സർവേ റിപ്പോർട്ട്, ജനറൽ റിപ്പോർട്ട്, ടെക്നിക്കൽ റിപ്പോർട്ട്. ARCSCയെ നമ്മൾ മാഗ്ന കാർട്ട ഓഫ് ഇന്ത്യൻ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് എന്ന് അറിയപ്പെടും. ഇനി നമുക്ക് ARCSCയുടെ മെയിൻ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. SBI, ക്രോപ്പ് ലോൺ സിസ്റ്റം, നാഷണൽ കോപ്പറേറ്റീവ് വെയർഹൗസിംഗ് ബോർഡ്, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. SBI ഫോം ചെയ്തത് 1955 മറക്കരുത്. അപ്പോൾ എന്തൊക്കെയാണ് മെയിൻ റെക്കമെൻഡേഷൻസ് എന്ന് പറയുന്നത്? SBI, ക്രോപ്പ് ലോൺ സിസ്റ്റം, നാഷണൽ കോപ്പറേറ്റീവ് വെയർഹൗസിംഗ് ബോർഡ്, ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്, ലാർജ് സൈസ്ഡ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഇനി ഈ റെക്കമെൻഡേഷൻസ് കൂടാതെ ARCSCയിൽ മറ്റ് ചില റെക്കമെൻഡേഷൻസും കൂടെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് RBIയുടെ അണ്ടറിൽ 2 ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ARCSCയുടെ റെക്കമെൻഡേഷനാണ് 2 ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ 2 ഫണ്ടുകൾ എന്ന് പറയുന്നത് RBIയുടെ അണ്ടറിലാണ് വരുന്നത്. എന്തൊക്കെയാണ് 2 ഫണ്ടുകൾ? നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് ഫണ്ട്, നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫണ്ട്. നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് ഫണ്ടിനെ നമ്മൾ ലോങ് ടൈം ഓപ്പറേഷൻ എന്നും നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫണ്ടിനെ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ എന്നും പറയും. ഇനി അടുത്ത റെക്കമെൻഡേഷൻ, ആ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? ക്രിയേറ്റ് ഫണ്ട്. അതും ഒരു ഫണ്ട് ക്രിയേഷൻ തന്നെയാണ്. അതായത് 3 ടൈപ്പ് ഫണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ആരുടെ അണ്ടറിലാണ് വരുന്നത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ആ 3 ഫണ്ടുകൾ എന്ന് പറയുന്നത് നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട്, നാഷണൽ വെയർഹൗസിംഗ് ഫണ്ട്, നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് ഫണ്ട്.
അപ്പോൾ എന്തൊക്കെയാണ് 3 ഫണ്ടുകൾ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന 3 ഫണ്ടുകൾ ഏതൊക്കെയാണ്? നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട്, നാഷണൽ വെയർഹൗസിംഗ് ഫണ്ട്, നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് ഫണ്ട്. ഈ നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് ഫണ്ടിനെ നമ്മൾ റിലീഫ് ആൻഡ് ഗ്യാരണ്ടി എന്നും പറയും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ റെക്കമെൻഡേഷൻസ് കൂടാതെ എക്സ്ട്രാ വരുന്ന 2 റെക്കമെൻഡേഷനാണ് ക്രിയേറ്റ് 2 ഫണ്ട് അണ്ടർ RBI, അതുപോലെ ക്രിയേറ്റ് 3 ഫണ്ട് അണ്ടർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. RBIയുടെ അണ്ടറിൽ വരുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണ്? നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് ഫണ്ട്, നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫണ്ട്. അടുത്ത ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണ്? നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട്, നാഷണൽ വെയർഹൗസിംഗ് ഫണ്ട്, നാഷണൽ അഗ്രികൾച്ചർ ആൻഡ് ക്രെഡിറ്റ് ഫണ്ട്. ഇനി നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് ഈസ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ NCDC. മറക്കരുത്, നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ആരാണ്? NCDC ആണ്. നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫണ്ട് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ NABARD. അതായത് നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ഫണ്ട് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് NCDCയും നാഷണൽ അഗ്രികൾച്ചർ ക്രെഡിറ്റ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് NABARDും ആണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് ERC-RC. ERC-RC എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. അപ്പോൾ ERC-RC അപ്പോയിൻറ്റ് ചെയ്തത് എന്നാണ്? 1966ലാണ് ERC-RC അപ്പോയിൻറ്റ് ചെയ്തത്. ഇതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 1969. അതുപോലെ ERC-RC അപ്പോയിൻറ്റ് ചെയ്തത് ആര് തന്നെയാണ്? RBI. അപ്പം നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു, ERC-RC പഠിച്ചു. ERC-RCയും ERC-RCയും അപ്പോയിൻറ്റ് ചെയ്തത് RBI തന്നെയാണ്. ERC-RCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് B. വെങ്കിടപ്പൈ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കണം, എന്താണ്? ERC-RCയുടെ ചെയർമാൻ ആരായിരുന്നു? AD ഗോർവാല. AD ഗോർവാല ERC-RCയുടേതും ERC-RCയുടേത് B. വെങ്കിടപ്പൈയും. ഇനി നമ്മുടെ ERC-RCയുടെ മെയിൻ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മൾട്ടി ഏജൻസി അപ്രോച്ച് ഇൻ റൂറൽ ക്രെഡിറ്റ്, സെറ്റിംഗ് അപ്പ് ഓഫ് SFDA, അതുപോലെ മൂന്നാമത്തത് സെറ്റിംഗ് അപ്പ് ഓഫ് REC ആൻഡ് RES, നാലാമത്തത് എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ റീഫിനാൻസിങ് കോർപ്പറേഷൻ. അപ്പോൾ നമുക്ക് എന്തൊക്കെ റെക്കമെൻഡേഷൻസ് ആണെന്ന് നോക്കാം. മൾട്ടി ഏജൻസി അപ്രോച്ച് ഇൻ റൂറൽ ക്രെഡിറ്റ്, റൂറൽ ക്രെഡിറ്റിൽ മൾട്ടി ഏജൻസി അപ്രോച്ച്. രണ്ടാമത്തത് സെറ്റിംഗ് അപ്പ് ഓഫ് SFDA. SFDAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് സ്മാൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. മറക്കരുത്, നോട്ട് ചെയ്ത് വെക്കണം. നമുക്കിപ്പം എന്താണ് ഇതുപോലൊരു ഇത് തന്നിട്ട് അതിൻ്റെ എക്സ്പാൻഷനൊക്കെ ചോദിക്കുന്നില്ലേ, അതുകൊണ്ട് SFDAയുടെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. സ്മാൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി. അടുത്തത് സെറ്റിംഗ് അപ്പ് ഓഫ് REC ആൻഡ് RES. REC എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷനും RES എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ സ്കീമും. എളുപ്പമാണ്. REC എന്ന് പറയുമ്പോൾ C എന്താണ്? കോർപ്പറേഷൻ. RES എന്ന് പറയുന്നതിൻ്റെ S എന്താണ്? സ്കീം. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷനും റൂറൽ ഇലക്ട്രിഫിക്കേഷൻ സ്കീമും. അടുത്തത് എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ റീഫിനാൻസിങ് കോർപ്പറേഷൻ. അപ്പം ഈ 4 എണ്ണമാണ് ERC-RCയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ചെയർമാൻ ആരാണ്? B. വെങ്കിടപ്പൈ ആണ്. ERC-RC അപ്പോയിൻറ്റ് ചെയ്തത് 1966ലും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് 69ലുമാണ്. RBI ആണ് അപ്പോയിൻറ്റ് ചെയ്തത്. മെയിൻ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് മൾട്ടി ഏജൻസി അപ്രോച്ച് ഇൻ റൂറൽ ക്രെഡിറ്റ്, സെറ്റിംഗ് അപ്പ് ഓഫ് SFDA സ്മാൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി, സെറ്റിംഗ് അപ്പ് ഓഫ് REC ഓർ RES. REC എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, RES എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ സ്കീം. പിന്നെ അടുത്തത് എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ റീഫിനാൻസിങ് കോർപ്പറേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ERC-RCയിലും ERC-RCയിലും നമ്മൾ പഠിക്കുന്നത്. ഇത് മിക്ക എക്സാമുകളും, അതായത് നമ്മുടെ എന്താണ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ എക്സാമുകളാണെങ്കിലും JCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കുവാണെങ്കിലും ഒക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇത് എളുപ്പമാണ് പഠിക്കാൻ. ഇത്രയും പോയിൻറ്റ്സുകളെങ്കിലും നമ്മൾ പഠിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് എക്സാമിന് ഉറപ്പായിട്ടും ഒരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഒക്കും. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേജ് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.